സോ നമ്മളിനി 4th മോഡ്യൂളിലേക്ക് പോവാണ്. ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അതാണ് ഈ മോഡ്യൂള്. നമ്മൾ 2 സെഷനായിട്ടാണ് ഇതിലെ എൻറ്റയർ കണ്ടന്റിനെ ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ടാവുക. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്താണ്, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ എന്താണ് എന്ന്. സോ നമുക്ക് ആദ്യം ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ തൊട്ട് നോക്കാം. ജോർദൻ ആൻഡ് കാർസൺ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇൻവോൾവ്സ് ജനറലി ദ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഓർഗനൈസേഷനെയും പ്ലാനിങ്ങിനെയുമാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയാം. വെരി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സ്പെസിഫിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ് ഓഫ് റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഇൻസ്പെക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്, മെത്തേഡ്സ്, മെഷീൻ, ടൂളിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ടൈംസ്. എന്ന് വെച്ചാൽ എന്താണ് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആവുമ്പോൾ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മെത്തേഡ്സ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ആൻഡ് ടൈംസ് ആയിക്കോട്ടെ, അതൊക്കെ റൂട്ട് ചെയ്ത്, ഷെഡ്യൂൾ ചെയ്ത്, ഡിസ്പാച്ച് ചെയ്ത്, ഇൻസ്പെക്ട് ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്യണം. സോ ഓൾ ദിസ് തിങ് ടുഗദർ ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ. ഇനി വേറൊരു ഡെഫിനിഷൻ പറയുന്നത് ആൽഫ്രഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അദ്ദേഹം എന്താ പറയണേ? പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനിങ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ് ആൻഡ് ഫോളോ ഓഫ് ഫങ്ഷൻ ആണ്. എന്തിന്റെ? പ്രൊഡക്റ്റീവ് പ്രോസസ്സിന്റെ, എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് പ്രോസസ് തന്നെ. ആസ് ഓർഗനൈസ്ഡ് ദാറ്റ്, അത് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? സോ ദാറ്റ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ, performance of machine, operations of labor all take place in perfect coordination and direction as to its quantity, quality, time and place. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രോഡക്റ്റുകൾ അതിന്റെ ക്വാണ്ടിറ്റിയിലും അതിന്റെ ക്വാളിറ്റിയിലും ഇറങ്ങുന്ന ടൈമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്ലേസിലും പെർഫെക്റ്റ് ആയിട്ട് എത്താൻ പാകത്തിന് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ്സ്, മെഷീൻസിന്റെ പെർഫോമൻസ്, ലേബറിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പെർഫെക്റ്റ്ലി കോർഡിനേറ്റ് ചെയ്യുകയും റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഡിസ്പാച്ചിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതാണ് 2 ബേസിക് ഡെഫിനിഷൻ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. നമ്മൾ നോർമലി ഈ പറയുന്ന റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഡിസ്പാച്ചിങ്ങും ഫോളോ ഇൻസ്പെക്ഷനൊക്കെ നടക്കുമ്പോൾ അതിൽ നമ്മൾക്ക് നോർമലി വന്നേക്കാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ, അതിനാ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് വരുന്നത് 4 തരത്തിലാണ്. ഒന്ന് കോസ്റ്റിന്റെ രൂപത്തിൽ കൺസ്ട്രെയിൻസ് വരാം, കപ്പാസിറ്റിയുടെ രൂപത്തിൽ കൺസ്ട്രെയിൻസ് വരാം, ടൈമിന്റെ രൂപത്തിൽ കൺസ്ട്രെയിൻസ് വരാം, ക്വാളിറ്റിയുടെ രൂപത്തിൽ കൺസ്ട്രെയിൻസ് വരാം. അതായത് നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ മാനുഫാക്ചർ ചെയ്യപ്പെടുകയും ഡെലിവറി ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഐഡന്റിഫൈഡ് കോസ്റ്റ്. കോസ്റ്റിന് ഒരു പരിധി നമ്മൾ എപ്പോഴും നിശ്ചയിക്കും. ഇനി ഇത്തരം പ്രോഡക്റ്റുകൾ, സർവീസുകൾ ഡിസൈൻ ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും അതിനുപയോഗിക്കുന്ന മെഷീൻസിന് അതിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് ഒരു പരിധി ഉണ്ടാവും. പിന്നെ കസ്റ്റമറിന്റെ കയ്യിലേക്ക് പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും എത്തിച്ചേരേണ്ട സമയത്തിനൊരു പരിധി ഉണ്ടാവും. അതുപോലെ തന്നെ എത്രത്തോളം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റി കൺഫേം ചെയ്യണം, അതും ഒരു കൺസ്ട്രെയിന്റ് ആണ്. സോ വെൻ യു ആർ ഡൂയിങ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ,
അത് നമ്മൾ ഏതിന്റെ ബൗണ്ടറിയിൽ നിർത്തിക്കൊണ്ടാണ് ചെയ്യുക? കോസ്റ്റ്, കപ്പാസിറ്റി, ടൈമിങ്, ക്വാളിറ്റി. ഈ ബൗണ്ടറിയിൽ, ഇതൊക്കെ ബൗണ്ടറിയിൽ നിർത്തിക്കൊണ്ടാണ് ഇത്ര കോസ്റ്റിന് കൂടാൻ പാടില്ല, ഇത്രയൊക്കെയാണ് നമ്മുടെ മെഷീന്റെ കപ്പാസിറ്റി, ഇന്ന സമയത്തിനാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യപ്പെടേണ്ടത്, ദിസ് ഇസ് ദ ക്വാളിറ്റി വാട്ട് ദ കസ്റ്റമേഴ്സ് ആർ എക്സ്പെക്ടിങ്. ഇങ്ങനെയുള്ള പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ടാണ് യു ആർ ഡൂയിങ് യുവർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നിയർലി നമുക്കൊരു 12 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പൊ നമുക്കറിയാം റിസോഴ്സസ് സ്കേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അത് നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു ആയിരുന്നു റിസോഴ്സ് എങ്കിൽ നമുക്ക് പ്ലാനിങ്ങിന്റെ തന്നെ ഒരു ആവശ്യം വരില്ല. വൈ? ബിക്കോസ് യു ഹാവ് ഇനഫ് റിസോഴ്സസ് ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് സച്ച്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷെ റിസോഴ്സസ് ആർ വെരി സ്കേഴ്സ്. അത് മാൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, അത് സ്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് യു വിൽ ഹാവ് ടു പ്ലാൻ. അപ്പൊ അതാണ് ഒരു ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഇങ്ങനെ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റിസോഴ്സസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. റിസോഴ്സസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നത് കൊണ്ടാണ് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. അതായത് ഇടയിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവാതിരിക്കുക, അല്ലെങ്കിൽ മെഷീൻ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി കുറച്ചു നേരം പണി നടക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നത് യു ആർ പ്ലാനിങ് യുവർ റിസോഴ്സസ്. ആൾക്കാർ ജോലിക്ക് വരാതിരിക്കുക, ഇതൊന്നും അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കാത്തത് ദർ ഇസ് എ പ്രോപ്പർ പ്ലാനിങ് ഓഫ് റിസോഴ്സസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വി സേ ദാറ്റ് ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ഇനി ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ സ്മൂത്തായി പോകണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഇവരെല്ലാം തമ്മിൽ ദർ ഷുഡ് ബി എ കോർഡിനേഷൻ. ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഡിപ്പാർട്ട്മെന്റ്സിന് ഉണ്ടാവണം. വാട്ട് ഈസ് യുവർ പ്രൊഡക്ഷൻ ടാർഗറ്റ്, വാട്ട് ഈസ് ദ ഡിമാൻഡ്, വാട്ട് ഈസ് ദ കസ്റ്റമേഴ്സ് ട്രെൻഡ്സ്, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞാൽ മാത്രമേ ദർ വിൽ ബി എ പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ പ്ലാനിങ് ഉള്ളതുകൊണ്ട് ഇത്തരം കോർഡിനേഷൻ എളുപ്പമാണ്. ടൈംലി ഡെലിവറി. നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ അങ്ങനെ ഇത്ര കണ്ട് പ്ലാൻ ചെയ്യുന്നത്? ആവശ്യമുള്ള പ്രോഡക്ട്സ് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റി കൺഫേംഡ് ആയിട്ട് കിട്ടണം കൺസ്യൂമേഴ്സിന്. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈംലി ഡെലിവറി പോസിബിൾ ആവാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പ്ലാനിങ് നടക്കുന്നത്. ഇനി ബെറ്റർ കൺട്രോൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ നമുക്കിപ്പോ യു ഹാവ് സ്റ്റാൻഡേർഡ്സ് സെറ്റ്, ഇന്ന സ്റ്റാൻഡേർഡുകൾ സെറ്റ് ആണ്. ദർ ഇസ് ആക്ച്വൽ പെർഫോമൻസ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഒരു കമ്പാരിസൺ നടത്തി വേർ ഇസ് ദ ഡീവിയേഷൻ, വോട്ടേഴ്സ് ഫോർ ഡീവിയേഷൻ എന്ന് കണ്ടുപിടിച്ച് റീസൺസ് ഫോർ ഡീവിയേഷൻ റാക്ടിഫൈ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ബെറ്റർ കൺട്രോൾ ഉള്ളത് കൊണ്ടാണ്. സോ പ്ലാനിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലും പ്ലാനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കൺട്രോളിംഗ് ഉള്ള പ്രോസസ് തന്നെ പോസിബിൾ ആവുന്നത്. പിന്നെ വരുന്നതാണ് ഒപ്റ്റിമം ഇൻവെന്ററി. ഓവർ സ്റ്റോക്കിംഗ് ആയാലും അണ്ടർ സ്റ്റോക്കിംഗ് ആയാലും ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഡ് ആണ്, ആ എമൗണ്ട് ഡെഡ് ആണ്, നമുക്കത് വേറെ ഇഫക്റ്റീവായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഒപ്റ്റിമം ഇൻവെന്ററി ആയിട്ട് നിൽക്കുക. നമ്മൾ സ്റ്റോക്ക് ലെവലുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ക്വാണ്ടിറ്റി, മാക്സിമം ലെവല്, മിനിമം ലെവല്, റീഓർഡർ ലെവല്. അപ്പൊ അങ്ങനെയുള്ള ഇൻവെന്ററി ഒപ്റ്റിമം ആക്കി വെക്കാൻ പറ്റുന്നത് യു ഹാവ് എ പ്ലാനിങ്. ഇനി ലോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസിന് വേസ്റ്റേജ് സംഭവിക്കുന്നില്ല. വൈ? ബിക്കോസ് യുവർ ഇൻവെന്ററി ഈസ് പെർഫെക്റ്റ്. യു ആർ മാനേജിങ് ഇൻവെന്ററി സിസ്റ്റമാറ്റിക്കലി. വെറുതെ ഒരു 100 യൂണിറ്റ് ഒരു 200 യൂണിറ്റ്സ് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ഇൻവെന്ററി ലെവലുകൾ കൺസിഡർ ചെയ്ത് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര യൂണിറ്റ്സ് എന്ന് പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ടാണ് യു ആർ മാനേജിങ് യുവർ ഇൻവെന്ററി. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് വേസ്റ്റേജ് ഉണ്ടാകുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് ദം എന്നുള്ളത് അവർക്കൊരു ധാരണയുണ്ട്. ബിക്കോസ് യു ആർ പ്ലാനിങ് തിങ്സ് ഇൻ അഡ്വാൻസ്. അപ്പൊ വർക്കേഴ്സിന് അറിയാം വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് എന്ന്, റിസോഴ്സസ് എന്തൊക്കെയുണ്ട്, എത്ര യൂട്ടിലൈസ് ചെയ്യണം, വാട്ട് ഈസ് യുവർ ടാർഗറ്റ് എന്നൊക്കെ. So automatically there is higher labor productivity. So you will be able to capture a wider market and you have a chance for a better quality control, and all this will together create a better work environment. ഇതാണ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. റിസോഴ്സസിന്റെ പ്ലാനിങ് പോസിബിൾ ആകുന്നു, റിസോഴ്സസിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആകുന്നു, കോർഡിനേഷൻ പോസിബിൾ ആകുന്നു, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, ബെറ്റർ കൺട്രോൾ ഉണ്ടാകുന്നു, ഒപ്റ്റിമം ഇൻവെന്ററിയും ടൈംലി ഡെലിവറി സംഭവിക്കുന്നു, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് മിനിമം ആണ്, ലേബർ പ്രൊഡക്ടിവിറ്റി ഹയർ ആണ്, you have an option for expanding your market, you have better market, you have better control over your quality, and all this together creates a better work